നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. മേതക്കുട്ടി രാവിലെ എഴുന്നേറ്റു, പക്ഷെ മകതക്കുട്ടി നല്ല ഉറക്കമാണ്. രാവിലെ എൻ്റെ എല്ലാം വലിച്ചു വരുന്ന നോക്കുക. അവിടെ ഇരുന്ന് എല്ലാം താഴോട്ടിടാൻ വേണ്ടിയിട്ട് അവൾ അവിടെ കയറി ഇരിക്കുന്നതിന്. ഇപ്പോൾ അവിടെ പണി നടക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഇഷ്ടം പോലെ കൊക്ക് കാണുന്ന വെള്ളം എല്ലാം കൊക്ക ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ഇവിടെ വരുമ്പോൾ കാണിച്ചു നല്ലതായിട്ട് കൊക്കുണ്ട് ഇവിടെ. അവരവിടെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കൊന്ന് മരുന്നും അടിക്കുന്നുണ്ട്. അത് കൊക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഒരു സൈഡ് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം വരും ഇനി ക്ലീൻ ചെയ്യാൻ. ഈ പരുന്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് വന്ന് മീനെ പിടിക്കാമെന്ന് ഇഷ്ടം പോലെ പരുന്തും പറക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ കാണണം ഇഷ്ടം പോലെ പരുന്ത്. രണ്ടുപേരും കൂടെ അവിടെ പരുന്തിനെ നോക്കാൻ വേണ്ടി കസേര വന്നിരിക്കുന്നതാണ്. മകതിക്കുട്ടിയാണ് മേനേനെ ഇങ്ങനെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഇന്നത് ട്രെയിൻ ഓടിക്കോണ്ടാ. ട്രെയിൻ ഓടിക്കുമെന്ന്. അത് മഹതി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തുകൊണ്ട് പോകുന്നതാ. ഇന്ന് സൂസൻ ചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി കേട്ടോ. കറി കണ്ടിട്ട് പോവാം. ഇന്ന് ചേച്ചി തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പരുന്തുമുണ്ട് കേട്ടോ. പരുന്തുമുണ്ട്. കൊക്ക് മാത്രമല്ല പരുന്തുമുണ്ട്, കാക്കയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അവർ ചെയ്യുമ്പോൾ കൊക്ക അതിൻ്റെ കീഴെ ഇങ്ങനെ ഊണ് കൊടുക്കുക. നല്ല രസം കേട്ടോ. ഈ ഫുള്ള് ഇത് പറന്നു പോകണം. നല്ല രസമാണ്. അത് മീനുണ്ട് തോന്നുന്നു ഇഷ്ടം പോലെ. അത് പരുന്തയാ പറക്കുന്ന ചേച്ചി. ഇതുണ്ടോ? അതിൻ്റെ കൂടെ പരുന്തുമുണ്ട് കേട്ടോ. പരുന്തുമുണ്ട്. കൊക്ക് മാത്രമല്ല പരുന്തുമുണ്ട്, കാക്കയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അവർ ചെയ്യുമ്പോൾ കൊക്ക അതിൻ്റെ കീഴെ ഇങ്ങനെ ഊണ് കൊടുക്കുക. നല്ല രസം കേട്ടോ. ഈ ഫുള്ള് ഇത് പറന്നു പോകണം. നല്ല രസമാണ്. അത് മീനുണ്ട് തോന്നുന്നു ഇഷ്ടം പോലെ. അത് പരുന്തയാ പറക്കുന്ന ചേച്ചി. ഇതുണ്ടോ? ഇത് കൃഷ്ണപ്പരുന്നാണോ ചേച്ചി പറഞ്ഞേ? കാരണം ചുമപ്പും അല്ലേ? ആ, ചുവന്ന കളത്തിലുള്ള. അതെനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കാണിച്ചു തരാം നല്ലതായിട്ട്. അപ്പം എല്ലാം അവിടെയാ. ആ വണ്ടി പോകുമ്പം കൊക്കും പരുന്തും എല്ലാം ഇതുണ്ട്. ഇതൊക്കെ പരുന്ത് പറക്കുന്നുണ്ടോ? വണ്ടിയുടെ പുറകെ തൊട്ട് പുറകെ കൊക്ക എല്ലാം കൂടെ പറന്നു പോന്നേ. അതിൻ്റെ കൂടെ പരുന്തുമുണ്ട്. പരുന്തുണ്ടോ? പറക്കുന്നുണ്ടോ? തെങ്ങ വന്നിരിക്കുന്ന പരുന്താ കേട്ടോ. ഈ പറക്കുന്ന പരുന്താ കേട്ടോ. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചത്. കാരണം തെങ്ങിനകത്ത് അവൻ കയറി ഇരിപ്പുണ്ട്. നീ ഇവിടെ എല്ലാം വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ളും കൊക്കായിരിക്കും. കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് കേട്ടോ പരുന്തിനെ കാണുന്ന കേട്ടോ. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തെടുത്ത് കാണിക്കുന്ന കേട്ടോ. പരുന്ത് പറക്കുമോ നന്നായിട്ട്.
ഇവിടെ ഫുള്ളും നെല്ല് ഇനിയിപ്പാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഫുള്ളും ഒരു നെല്ല് ഇനിയിപ്പാവും. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് മീൻ കാണും. അപ്പോൾ മീനെ പിടിക്കാനുള്ള എല്ലാം വന്നിരിക്കുക, മീനെ പിടിക്കാനുണ്ട്. ഇഷ്ടംപോലെ പരുന്ത് കൊക്കും ഉണ്ട് കേട്ടോ. മഹതിക്കുട്ടിയും മേതക്കുട്ടിയും മടി ഇരുത്തിയേക്കാം കേട്ടോ. ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കുന്ന. അപ്പം ഭയങ്കര സ്നേഹത്തോടെ പിടിച്ച് ഇനി ഇതെല്ലാം അവർ ഫുള്ളും അങ്ങ് വരെ എല്ലാം വൃത്തിയാക്കി നെല്ലിടും. ഏകദേശം ഈ സൈഡ് കൂടെ ഉണ്ടെന്ന്. ഇതിനെ കണ്ട് മേതക്കുട്ടി അങ്ങ് കിടന്നുപോയി കേട്ടോ. അപ്പോൾ റാഞ്ഞ വന്നപ്പോൾ മേതക്കുട്ടി പേടിച്ച് അങ്ങ് കിടന്നു പോയതാ കേട്ടോ. അപ്പോൾ ഞാൻ മേതക്കുട്ടിയോട് പറഞ്ഞു നിന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ മേതക്കുട്ടി പേടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ കസേരയുടെ കൊണ്ടേ കൂടെ ഒക്കെ അവൾ കയറും. അതുകൊണ്ട് മുമ്പെയൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ ഇപ്പം അവിടെയൊക്കെ മാറി. നാളെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെ വരുമായിരിക്കും അവർ. ഇപ്പോൾ പരുന്നെല്ലാം പറഞ്ഞ് മാറി നിൽക്കുക. ഇഷ്ടമാണ് പരുന്നും കൊക്കും എല്ലാം. എന്നാ രസമുണ്ടെന്നറിയോ ഈ സമയത്ത് ഇങ്ങനെ കൊക്കെല്ലാം കൂടെ പറന്നു നോക്കണേ. ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് പറക്കാൻ. പരുന്തും ഇത് കൃഷ്ണപ്പരുന്താ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.